പ്രഖ്യാപിത സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ഇഷ ഫൗണ്ടേഷൻ യോഗ സെന്ററിൽ സ്ത്രീകളെ തടങ്കലിൽ ഇട്ടിരിക്കുകയാണെന്നും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളും വാർത്താ തലക്കെട്ടുകളായ വാരമാണല്ലോ കടന്നുപോയത്. ആശ്രമത്തിൽ 30 വർഷമായി സ്വന്തം പെൺമക്കളെ അനധികൃത തടങ്കലിൽ വച്ചിരിക്കുകയാണെന്ന് കാട്ടി കോയമ്പത്തൂർ സ്വദേശിയായ മുൻ പ്രൊഫസർ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിന്മേലുള്ള വ്യവഹാരം സുപ്രീം കോടതിയിൽ നടക്കുന്നു. എപ്പോഴും വാർത്തയിൽ കേൾക്കുന്ന ഒരു നിയമപരമായ പദപ്രയോഗമാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഈ ഹേബിയസ് കോർപ്പസ്? കോഡ് ഫോർ ദ പീപ്പിൾ ഇത്തവണ അന്വേഷിക്കുന്നത് ഹേബിയസ് കോർപ്പസിന്റെ നിയമ വഴികളാണ്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലുള്ള ജഗ്ഗി വാസുദേവന്റെ ഇഷ ഫൗണ്ടേഷൻ. നിരവധി ആരോപണങ്ങൾ ഇക്കാലം കൊണ്ട് തന്നെ ജഗ്ഗിയുടെ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ട്. അതിലൊന്നിന്റെ പേരിലാണ് ഹേബിയസ് കോർപ്പസ്. ഇഷ ഫൗണ്ടേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ കേസിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കുക സുപ്രീം കോടതിയായിരിക്കും. വ്യവഹാരങ്ങളുടെ വിശദാംശങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ വാർത്തയുടെ എല്ലാ വിശദാംശങ്ങളും ന്യൂസ് മലയാളം വാർത്താ ബുള്ളറ്റിനുകളിൽ ഞങ്ങൾ ഇനിയും പിന്തുടരും. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹേബിയസ് കോർപ്പസ് എന്താണെന്നാണ്. ഹേബിയസ് കോർപ്പസ് ഒരു ലാറ്റിൻ പദമാണ്. ഈ ഹേബിയസ് കോർപ്പസ് എന്നത് നിയമവ്യവസ്ഥയിലെ ഒട്ടേറെ സാങ്കേതിക പദങ്ങൾ ലാറ്റിൻ ഭാഷയിലാണ്. ലക്ഷണമൊത്ത നിയമവ്യവസ്ഥ ആദ്യം രൂപപ്പെട്ട സംസ്കാരങ്ങളിൽ ഒന്ന് പുരാതന റോം ആയിരുന്നു. റോമൻ നിയമ പാരമ്പര്യങ്ങളിൽ നിന്നാണ് യൂറോപ്പിലെ മിക്ക നിയമവ്യവസ്ഥകളും ഉദ്ഭവിച്ചത്. ജോർജ് രണ്ടാമന്റെ ഭരണം വരെ ഇംഗ്ലീഷ് കോടതികളുടെ വ്യവഹാര ഭാഷ ലാറ്റിൻ ആയിരുന്നു. ലോകത്തെമ്പാടും എന്ന പോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലും ലാറ്റിൻ നിയമപദങ്ങളുടെ സ്വാധീനം അങ്ങനെ വന്നതാണ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ ഒറ്റ അർത്ഥം ചോദിച്ചാൽ പ്രൊഡ്യൂസ് ദ ബോഡി എന്നാണ് പറയാനാകുക. അതായത് കാണാതായ ഒരാളെ കണ്ടെത്തി കോടതി മുറിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയുടെ പേരാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് മാത്രമല്ല, ധാരാളം ലാറ്റിൻ പദപ്രയോഗങ്ങൾ നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉപയോഗിക്കാറുണ്ട്. മറുവശം കേൾക്കണം, ന്യായമായ വാദം കേൾക്കാതെ ഒരു വ്യക്തിയെയും വിധിക്കപ്പെടരുത് എന്ന അടിസ്ഥാന നിയമനിർമ്മാണത്തിന് ഓഡി ഓൾട്ടറാം പാർട്ടം എന്നാണ് നിയമഭാഷയിൽ പറയുക. അഡ്ഹോക് ഒരു പ്രത്യേക പ്രശ്നത്തിനുള്ള അടിയന്തരവും താത്കാലികവുമായ പരിഹാര സംവിധാനമാണ് അഡ്ഹോക്. അഡ്ഹോക് കമ്മിറ്റി എന്നൊക്കെ കേൾക്കാറില്ലേ? അതുപോലെ അമിക്കസ് ക്യൂറി ഒരു വ്യവഹാരത്തിൽ കോടതിക്ക് തീരുമാനമെടുക്കുന്നതിന് സഹായകരമായ വിവരങ്ങൾ നൽകുന്ന വ്യക്തിയാണ് അമിക്കസ് ക്യൂറി. കോടതിയുടെ സുഹൃത്ത് എന്നാണ് അമിക്കസ് ക്യൂറി എന്ന ലാറ്റിൻ പദപ്രയോഗത്തിന്റെ അർത്ഥം. നമുക്ക് ഹേബിയസ് കോർപ്പസിലേക്ക് തിരിച്ചു വരാം. ഭരണഘടന ഉറപ്പു നൽകുന്ന 5 റിട്ടുകളിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയിലെ പൗരന്മാർക്ക് അവരുടെ മൗലികാവകാശങ്ങളുടെ ലംഘനങ്ങളിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ ഉള്ള രേഖാമൂലമുള്ള ഉത്തരവാണ് റിട്ടുകൾ. ഇതിൽ ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, അന്യായമായി തടവിൽ വച്ചിരിക്കുന്ന ഒരാളുടെ മോചനം സാധ്യമാക്കാനാണ് ഈ റിട്ട് ഉപയോഗിക്കുന്നത്. ഒരാളെ കാണാതാവുകയോ തടങ്കലിൽ വെക്കുകയോ തട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യുമ്പോഴാണ് ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എത്തുക. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിലും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിലും ഹേബിയസ് കോർപ്പസ് റിട്ട് രജിസ്റ്റർ ചെയ്യാം. കാണാതായ വ്യക്തിയുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കു വേണമെങ്കിലും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാം. പക്ഷേ ഹർജി നൽകുന്നയാളുടെ ഉദ്ദേശശുദ്ധി കോടതിക്ക് ബോധ്യപ്പെടണം. വിദേശത്ത് നിന്നെത്തുന്നവരെ കണ്ടെത്തുന്നതിനും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാം. ഹർജിയിൽ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ ആ വ്യക്തിയെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. ഹർജിയിൽ എതിർകക്ഷി പോലീസ് ആയിരിക്കും. നടപടിയെടുക്കാൻ വീഴ്ച വന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും. ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ശരിയായ കാരണം കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിന് ബാധ്യതയുണ്ട്. ഹേബിയസ് കോർപ്പസ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ പരിശോധിക്കും. പോലീസ് അറസ്റ്റ് ചെയ്തയാളെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതിരുന്നാൽ ഈ റിട്ട് ഫയൽ ചെയ്യാം. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയ രാജനെ കണ്ടെത്താൻ പ്രൊഫസർ ഈച്ചര വാര്യർ നടത്തിയ ഹേബിയസ് കോർപ്പസ് പോരാട്ടം നമ്മുടെ നിയമവ്യവസ്ഥയിലെ നാഴികക്കല്ലാണ്. അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമാണെങ്കിലോ ദുരുദ്ദേശപരമാണെങ്കിലോ സ്റ്റേറ്റിനെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ തടങ്കലിൽ വെച്ചാലും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാവുന്നതാണ്. ജഗ്ഗി വാസുദേവനെതിരായ കേസ് ഈ ഗ്രൗണ്ടിലാണ്. ഇനി സ്വേച്ഛാപരമായി ഒരാളെ തടവിൽ വെക്കുന്നതിനെ തടയാനും അയാളെ പുറത്തു കൊണ്ടുവരാനും റിട്ട് ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജമ്മു കാശ്മീരിലെ CPIM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ കരുതൽ തടങ്കലിൽ വെച്ച സമയത്ത് അദ്ദേഹത്തെ കാണാനായി സീതാറാം യെച്ചൂരി ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യുകയും കശ്മീരിലെത്തി അദ്ദേഹത്തെ കണ്ടതുമെല്ലാം വലിയ വാർത്തയായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ചില അവസരങ്ങളിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. തടവിലാക്കപ്പെട്ട വ്യക്തി കോടതിയുടെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ റിട്ട് പരിഗണിക്കില്ല. കോടതി ജയിൽ ശിക്ഷ വിധിച്ച കേസുകളിൽ ആ വ്യക്തിയെ പുറത്തിറക്കാൻ ഈ നിയമം ഉപയോഗിക്കാൻ സാധിക്കില്ല.
കോടതിയുടെയോ നിയമനിർമ്മാണ സഭകളുടെയോ ഭാഗമായി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കണ്ടംപ്റ്റ് ഓഫ് ഹൗസ് നടപടികൾ നേരിടുന്ന ഒരു വ്യക്തിയുടെ മോചനത്തിനായി ഈ റിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഹേബിയസ് കോർപ്പസ് അനവസരങ്ങളിൽ ഉപയോഗിക്കുന്ന സ്ഥിതിയും ഉണ്ടാകാറുണ്ട്. മക്കളുടെ വിവാഹ കാര്യങ്ങളിലാണ് ഇത് പ്രധാനമായും കണ്ടുവരാറുള്ളത്. മാതാപിതാക്കളുടെ താത്പര്യത്തിന് വിരുദ്ധമായി വിവാഹം കഴിക്കുന്നവർക്കെതിരെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് സാധാരണയാണ്. ഈ ദുരുപയോഗമെല്ലാം പരിഗണിച്ചാലും ഒരു പൗരൻ തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനും അതിലൂടെ പൗരാവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള സംരക്ഷണ കവചമാണ് ഹേബിയസ് കോർപ്പസ്. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.